കലയെയും കലാവിരുദ്ധനെയും സ്നേഹിക്കുന്ന ഒരു പറ്റം സ്ത്രീജനങ്ങൾ. നൂറ്റാണ്ടുകൾക്ക് മുൻപായി പുരുഷ മേധാവിത്വത്തിന് അടിമപ്പെട്ട് ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ സ്ത്രീ ശക്തികൾ എല്ലാ മേഖലയിലും ശോഭിക്കാൻ സാധിക്കുന്നു. ഈ കലാപ്രേമികളായ മൊത്തവരെയും സമാജം നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നു സ്ത്രീ ശക്തി. ഇത്തവണത്തെ വനിതാ സമ്മേളനത്തിന് എന്റെ ടീം തിരുവാതിരയാണ് കളിക്കുന്നത്. അതിന്റെ ക്യാപ്റ്റൻ ഞാനാണ്. ഇത്തവണ ഞങ്ങൾ ഒരു തലക്ക് അയ്യോ, ഇതാണോ തിരുവാതിര? ഞാൻ വിചാരിച്ചു എപ്പോ തന്നതാണെന്ന്. നിന്റെ വിവരക്കേട് കൂടി വരുന്നുണ്ടല്ലോ. അതെ, നീ എന്താണ് ഈ അവതരിപ്പിക്കുന്നത്? ഈ പ്രാവശ്യം നിന്റെ ഒറ്റയ്ക്കുള്ള പ്രകടനമാണ്. എന്റെ കയ്യിൽ അങ്ങനെ മറ്റുള്ളവർ വേദന. ഇത്തവണത്തെ എന്റെ ഐറ്റം കേരളത്തിന്റെ പൈതൃകമായ കഥകളിയാണ്. കണ്ടോ? എന്താണ് ഇഷ്ടപ്പെട്ടില്ലേ? ഇതാണോ കഥകളി? സത്യമായിട്ട് ഞാൻ വിചാരിച്ചു നീ എന്നെ കൊഞ്ഞനെ കുത്തി കാണിച്ചതാണ്. കേരളം എന്താണെന്ന് അറിയണം, പൈതൃകം എന്താണെന്ന് അറിയണം. ഒരു തികഞ്ഞ കലാകാരിയാണ് നീ അനുശേഷിച്ച് നോക്കണം. ക്ഷമിക്കണം മഞ്ജുവാരിയെ, ഞാൻ അറിഞ്ഞില്ല അവൾ ഇത്രയും വലിയ കലാകാരിയാണ്. ആദ്യതാണല്ലേ ഇന്ന് നിന്നെ ഞാൻ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ? ഇതാണ് ഫ്രണ്ട്സ് മൈം. ഞാനിപ്പോൾ അവതരിപ്പിക്കുന്ന ഐറ്റം മൈമാണ്. സംസാരമേ ഇല്ലാത്ത കല. എങ്ങനെയുണ്ട്? കലക്കിയോ? ഇത് കലക്കും. നിനക്ക് പറ്റിയ ഐറ്റം ഇത് തന്നെയാണ്. എന്റെ പൊന്നു വേണ്ടി നീ വാ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്റെ പൊന്നോ, കഴിഞ്ഞ തവണ നിന്റെ സ്വാഗത പ്രസംഗത്തോട് തന്നെ സമ്മേളനം പിരിച്ചു വിടേണ്ട വക. നിങ്ങളുടെ അസൂയയിൽ ഇതുവരെയും ഒരു കുറവും വന്നിട്ടില്ലല്ലേ? പോരാത്തതിന് നിങ്ങളുടെ രണ്ടുപേരുടെയും ഭർത്താക്കന്മാർക്ക് കഷടിയുണ്ടല്ലോ. രണ്ടിനും മരുന്നുമില്ല. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ ഇത്? ചന്തയാണോ? നമ്മൾ ഡീസന്റ് ആയിട്ട് തന്നെ പെരുമാറാൻ. കണ്ടില്ലേ, ജനങ്ങൾ നമ്മളെ ശ്രദ്ധിക്കുകയാണ്. നമ്മൾ സ്ത്രീകൾ തമ്മിലല്ല യുദ്ധം ചെയ്യേണ്ടത്, കപാലികന്മാരായ ആണുങ്ങളോടാണ് യുദ്ധം ചെയ്യേണ്ടത്. ഓക്കേ, ജയ് ശ്രീ ശക്തി, ജയ് ശ്രീ ശക്തി. എന്തായി നമ്മുടെ പരിപാടിയുടെ പ്രാക്ടീസ്? ഇത്തവണ നമുക്കൊരു കലക്കണം. ഓക്കേ, ഞങ്ങളൊക്കെ പ്രാക്ടീസിലാണ് ഇംഗ്ലീഷ് മാഡം. അല്ല, മാഡത്തിന്റെ ഐറ്റം എന്താണ്? മാഡത്തിന്റെ ഐറ്റം ഒരു വെറൈറ്റി ആണ്. ആണോ? ഞാനിത്തവണ അവതരിപ്പിക്കുന്നത് ഡോള് കളിയാണ്. അയ്യോ, മാഡത്തിന്റെ ഹസ്ബൻഡ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഇത് വന്നവരുടെ പരിപാടിയല്ലേ? മനസ്സിലായില്ല.
ഞാൻ വിചാരിച്ചു മാഡത്തിന്റെ ഹസ്ബൻഡ് ആയിരിക്കും ഭാവിയാകുന്നത്. സോറി മാഡം. ഇത് മണ്ടത്തരമാണ് നീ പറയുന്നത്. ഭാവി ഇവിടെയാണ് ആക്ട് ചെയ്തത്. അതൊക്കെ വീട്ടിലല്ലേ? അല്ലേ ഇംഗ്ലീഷ് മാഡം? സ്റ്റോപ്പ് ഇറ്റ്. എന്റെ കുടുംബകാര്യങ്ങൾ ഇടപെടരുത്, മനസ്സിലായോ? ജയ ശ്രീ ശക്തി, ജയ ശ്രീ ശക്തി. നന്നായി. കഴിഞ്ഞ തവണ ആണുങ്ങളുടെ കൂത്ത് സീറ്റ് മത്സരത്തിലായിരുന്നു. ഒറ്റയടിക്ക് 100 ഇടിയായിരുന്നില്ല അകത്താക്കിയത്. അതുമല്ല, ഈ തവണ നമ്മുടെ ഫണ്ട് കുറവാണ്. എന്റെ ഹസ്ബൻഡാണ് എനിക്ക് ചെണ്ട വാങ്ങി തന്നത്. അദ്ദേഹം ബുദ്ധിമാനാണ്. കഴിഞ്ഞ തവണ പ്രാക്ടീസ് എന്ന് പറഞ്ഞ് 5 കൈയുടെ എന്തിനാണ് തിന്നത്. ഇത്തവണ ഒരു ചെണ്ട അല്ലേ പോകത്തുള്ളൂ. മാക്സിമം എത്തി. നിങ്ങൾ എല്ലാവരും ഡീസന്റ് ആയിരിക്കണം. ഓക്കേ. മാഡത്തിന്റെ ഒരു തലയെടുപ്പ് കണ്ടു. 2 കൊമ്പും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തൃശ്ശൂർ പൂരത്തിന് സമ്മാനം കിട്ടിയല്ലേ. ഇതെന്തായി മാഡത്തിന്റെ കാര്യത്തിൽ ചിരിപ്പിക്കാതെ. ഇങ്ങനെ ഒച്ച ഉണ്ടാകാറില്ലല്ലോ. പറയുന്നത് അനുസരിച്ച് ജീവിക്കുമായിരുന്നല്ലോ. അവർക്ക് തമ്മിൽ വിനിയോഗം ഉണ്ടായിരുന്നല്ലോ. അന്ന് ഇങ്ങനെ ഒരു ശക്തി ഇല്ലായിരുന്നു. ആ ടൈമൊക്കെ മാറിപ്പോയി. ഇത് ന്യൂ ജനറേഷൻ ആണ്. ഞാനൊന്നും പറയുന്നില്ലേ. നിങ്ങൾക്ക് അനുഭവം വരുമ്പോൾ നിങ്ങൾ പഠിക്കും. പ്രാക്ടീസ് എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു മാഡം. അപ്പോൾ നമുക്ക് മീറ്റിംഗ് ആരംഭിക്കാം. ആദ്യമായി പ്രാർത്ഥന. നാരീകൾ നാരീകൾ നാടിന്റെ മുത്തോകൾ, നാളെ നാടിന്റെ ഭാവികൾ, നമ്മൾ ഭരിക്കും നാടുകളെല്ലാം, നമ്മൾ ജീവിക്കും ഈ ആമങ്ങളെ. ജയ ശ്രീ ശക്തി, ജയ ശ്രീ ശക്തി. പ്രിയപ്പെട്ടവരുടെ സമൂഹങ്ങളെ, നിങ്ങൾക്ക് എന്റെ നമസ്കാരം. നമ്മൾ ആരുടെയും അടിമകൾ അല്ലെന്ന് ഇപ്പോൾ പല സ്ഥലങ്ങളിലും തെളിയിച്ചു കഴിഞ്ഞു. നമ്മൾ ഇനി മുൻപോട്ട് പോകേണ്ടി ഇരിക്കുന്നു. ശരിയാ മാഡം. പല ബസ്സുകളിലും ഇപ്പോഴും നമുക്ക് പിന്നിലാണ് സീറ്റ്. ഒക്കെ നമ്മൾ മാറ്റിയിരിക്കും, മാറ്റണം. ജയ ശ്രീ ശക്തി, ജയ ശ്രീ ശക്തി. ഹലോ, ജോണല്ലേ? അതെ. നിങ്ങളുടെ ഭാര്യ ഡയാന ഇവിടെ പെട്ടെന്ന് തലയിറങ്ങി വീണു. ഒന്ന് വേഗം വരൂ. നിങ്ങൾ ഒന്നല്ലേ നിൽക്കുന്നത്? അതെ. എന്നാ വേഗം അങ്ങോട്ട് വരൂ. ആ ശരി, ഇപ്പൊ വരാം.
പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ? സ്ത്രീ എത്ര ശക്തിയുള്ളതാണെങ്കിലും പോലും ഒരു നിസ്സാര കാര്യം വന്നാൽ ആദ്യം പുരുഷന്റെ സഹായം വേണമെന്ന്. അതിനോടൊപ്പം നമ്മൾ സ്ത്രീകൾക്ക് എപ്പോഴും ആവശ്യമാണെന്ന് അറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ വിജയികളായി തീരുന്നത്. അവരാണ് നമ്മുടെ ശക്തി. ഇത് നിങ്ങൾ